ഹലോ ഗൈഷേ, അതായത് ഇന്ന് ഞാൻ കുറേ ഓടിയൊരു ദിവസമായിരുന്നു. ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു. ഇതിനകത്ത് കുറേ ക്ലിപ്സ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വന്നിരിക്കാം. ഇരുന്നിട്ട് എനിക്കറിയത്തില്ല. ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ ഒട്ടും മൂടില്ല. സത്യമായിട്ട് ഞാനിപ്പോഴും മണ്ടമായിക്കൊണ്ടിരിക്കും. ഈ വോയിസ് ഓവർ കൊടുക്കുന്നവരൊക്കെ സമ്മതിക്കണം. അവരെങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത്? എനിക്കിപ്പോഴും അറിയില്ല. പൊതുവെ എൻ്റെ നാട്ടിൽ പണ്ട് കേസി ഉണ്ടായിരുന്നു ATM. പക്ഷേ ഇപ്പോൾ എവിടെയില്ല. പക്ഷേ ഇവിടെ എന്താ ഞാൻ ആദ്യം സ്കൂളിൽ പോയി അത് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ആരും കാര്യപ്പെടാം. എനിക്കൊന്നും എഡിറ്റ് ചെയ്യാൻ കളയാനൊന്നും പറ്റും. ഞാനിത് എത്രാമത്തെ തവണ കൊടുക്കുന്നതെന്ന് അറിയുമോ? ഞാൻ ആദ്യം സ്കൂളിൽ പോയി റിവാലുവേഷൻ്റെ റീഫണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. എൻ്റെ സ്കൂളെല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മൾ സിംബേനെ വാക്സിനേഷൻ എടുപ്പിക്കാൻ കൊണ്ടുപോയായിരുന്നു വിദേശത്തേക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലോൺ അടയ്ക്കാൻ പോയി. വീട്ടിൽ ഒരു എന്താ പറയണ്ടേ ഗ്രഹനാഥയാണ് ഞാൻ. എന്ന് എല്ലാ പണിയും എൻ്റെ മുകളിലാണ് ബാധിച്ച ചുമതലയെല്ലാം ഞാനാണ് ചുമക്കുന്നത്. ഡാഡിക്ക് ഏകദേശം മനസ്സിലായിരുന്നു. അപ്പോൾ നമ്മൾ സിംബേനെ എൻ്റെ വീട്ടിൽ ഓൾറെഡി 2 പൂച്ചയുണ്ട്. അപ്പം അവർ വലിയ പിള്ളേരാണ്. അവർ സിബ്ലിങ്സ് പോലെ ഏകദേശം. അപ്പം ഇവൻ പിന്നെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല. ഇവർ തമ്മിൽ ഏകദേശം ഓക്കെ. പക്ഷേ ഒരാൾ അത്രയ്ക്ക് ഓക്കെ അല്ല. ഇവർ തമ്മിൽ ഭയങ്കര കുശുമ്പം അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് എന്നോട് മിണ്ടത്ത് പോലുമില്ല. അപ്പം എൻ്റെ അമ്മ വീട്ടിൽ കൊടുക്കാമെന്ന് ഞാൻ ഓർത്ത്. അതാണ് അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. പെറ്റ്സിനെ അതായത് കോഴിയൊക്കെ അവിടെ കോഴിയൊക്കെ ഉണ്ട് കേട്ടോ. അമ്മച്ചിക്ക് കോഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മച്ചിയാണെങ്കിൽ കോഴികളൊക്കെ സംസാരിച്ച് കോഴിയെ താലോലിച്ച് അങ്ങനെയാണ് അമ്മച്ചി ഓരോരുത്തരെ നോക്കുന്നത്. അതേ സ്വഭാവം തന്നെയാണ് എൻ്റെ അമ്മയ്ക്ക് കിട്ടുന്നത്. ആ സ്വഭാവം എനിക്ക് എൻ്റെ ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അമ്മച്ചിക്ക് കൊടുക്കാൻ പോകുമ്പോൾ അവൻ അവിടെ സേഫാണ്. അത് അവൻ വന്ന് കയറിയതായതുകൊണ്ട് എനിക്ക് പേടിയുള്ളതുകൊണ്ട് പിന്നെ കുത്തിവെക്കാൻ കൊണ്ടുപോയത്. അപ്പം അവൻ അവിടെ സേഫാണ്. എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അപ്പം ഞാൻ പോയി ആദ്യം അവൻ നല്ല കരച്ചിലൊക്കെ ആയിരുന്നു. ഫുള്ള് ബസ്സിൽ കയറുമ്പോഴെല്ലാം വലിച്ച് കീറലോ നാട്ടുകാർ മൊത്തം എളുപ്പമായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാണ്. പിന്നെ ഇങ്ങനെ പറഞ്ഞ് എന്താ സിംബാന്ന് വിളിച്ച് കഴിയുമ്പോൾ എന്തോ നല്ല കുട്ടികളെന്നൊക്കെ പറയുമ്പോൾ അവൻ മിണ്ടാതിരിക്കും. പിന്നെ അവിടെ സിംബ അവിടെ ചെന്നിട്ട് കുറച്ചൊന്ന് പരിചയപ്പെടുത്തി. അപ്പം അവർ ഏകദേശം അയ്യോ എന്നെ കളയാൻ കൊണ്ടുവന്നത് എന്നുള്ളത് ഒരു മട്ടിലായിരുന്നു. പക്ഷേ ഞാനൊന്ന് ഓക്കെ ആയിട്ട് പറഞ്ഞ് ഏകദേശം മനസ്സിലായി. പിന്നെ ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് എന്നെ മടക്കി കയറിയിരിക്കായിരുന്നു. അമ്മച്ചിനെ ഭയങ്കര പേടിയായിരുന്നു ആദ്യമൊക്കെ. പിന്നെ കുഴപ്പമില്ല, മീനൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിർത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല. പിന്നെ ഞാൻ രാവിലെ ഒന്നും കഴിക്കാണ്ടാ പോയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. 8 വേളി ഞാൻ കഴിച്ചിട്ടുണ്ട്. അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഞാൻ അമ്മച്ചിക്ക് കുറച്ച് കണ്ണ് ചെറുതായിട്ട് ഒരു ഇത് കണ്ണ് കാണാം, പക്ഷേ കുറച്ച് ബ്ലറാണ്. അപ്പം അമ്മച്ചിക്ക് ചക്കനോട് ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ അവിടെ തലേന്ന് ചക്കയൊക്കെ പഠിച്ചു കൊടുത്ത് എന്ത് ചെയ്യാൻ വലിയൊരു സംഭവമാണ്. എന്നിട്ട് ഞാൻ ചക്കയൊക്കെ കൊടുത്ത് പിന്നെ അമ്മച്ചി എനിക്ക് ചക്കയൊക്കെ എടുത്ത് തന്നു. എനിക്ക് പഴുത്ത ചക്ക ഇഷ്ടമല്ല. എനിക്ക് ആദ്യത്തെ എന്താണെന്ന് എനിക്ക് അങ്ങനെ പഴുത്ത ചക്ക. പക്ഷേ എനിക്ക് ചക്കപ്പൊട്ട് ഇഷ്ടമാണ്. നിങ്ങളുടെ അടുത്ത് ചക്കപ്പൊട്ടുണ്ടോ? ചക്കപ്പൊട്ട് എന്താണെന്നറിയോ? അല്ലാണ്ട് എനിക്ക് പഴുത്ത ചക്ക എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ പച്ചച്ചക്ക എനിക്ക് എത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അമ്മച്ചിക്ക് അതേപോലെ ഏകദേശം പഴുത്ത ഇഷ്ടം പുള്ളിക്കാരി ഷുഗറായിട്ട് തന്നെ അടുത്തത്. പിന്നെ സിംബ ഏകദേശം അവിടെ ഒന്ന് ഇണങ്ങി വരുന്നു. പരിസരമൊക്കെ കണ്ട് സെറ്റാകുമായിരിക്കും. സിംബേൻ്റെ അടുത്ത് നോക്കുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പറയാണ്ടൊക്കെ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ തിരിച്ച് ബസ്സിൽ കയറിയപ്പോൾ ഭയങ്കര ലുക്കായിരുന്നു. അതായത് അങ്ങോട്ട് പോകുന്നതിനെക്കാട്ടിലും എനിക്ക് ഇങ്ങോട്ട് വരാൻ നേരത്ത് ഭയങ്കര ചെറിയ മഴയൊക്കെ പെയ്ത് മഴക്കോളൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കാം. അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്തോ ഇന്നത്തെ ദിവസം കൊള്ളാമായിരുന്നു ആക്ച്വലി. പിന്നെ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നില്ല. ഓക്കെ, ബൈ.